നമസ്കാരം, ന്യൂസ് 24 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാട്ടാക്കട ആദിശേഖർ കൊലപാതക കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപ പിഴയും. 2023 ആഗസ്റ്റ് 30 സംഭവം. CCTV ദൃശ്യം പുറത്തു വന്നതാണ് കേസിൽ വഴിത്തിരിവായത്. കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും നാളെ മോക്ക് ഡ്രിൽ. രാജ്യത്തെ 259 ഇടങ്ങളിലാണ് മോക്ക് ഡ്രിൽ നടക്കുക. പ്രതിരോധ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് നടപടി. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഒറ്റപ്പെട്ട പാകിസ്ഥാൻ. ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും പാകിസ്ഥാന് നിർദ്ദേശം. പൂരത്തിമിറപ്പിൽ തൃശൂർ. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. നാളെ പുലർച്ചെ 3-നാണ് വെടിക്കെട്ട്. കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. സംസ്ഥാനത്തെ എല്ലാ അണക്കെട്ടുകളിലും സുരക്ഷ കൂട്ടി കേന്ദ്ര സർക്കാർ. കേന്ദ്രത്തിന്റെ അടുത്ത അറിയിപ്പ് ലഭിക്കുന്നതുവരെ അധിക സുരക്ഷ ക്രമീകരിക്കാനാണ് നിർദ്ദേശം. ഇന്ത്യ പാക് സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് നിർദ്ദേശം. മലപ്പുറം തിരൂരങ്ങാടിയിൽ അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ മകനെതിരെ നടപടിയെടുത്ത റവന്യൂ അധികൃതർ. മകനെ പുറത്താക്കി അമ്മയ്ക്ക് വീട് നൽകി. കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. കോഴിക്കോട് MDMA കടത്തിയ 4 പേർ പിടിയിൽ. 27 ഗ്രാം ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. പിടിയിലായവരിൽ 2 സ്ത്രീകളും. കോൺഗ്രസിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് നിർദ്ദേശം നൽകി സോണിയാഗാന്ധി. സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന നിലപാടിൽ AK ആന്റണിയും പുനഃസംഘടന വൈകുന്നതിൽ അതൃപ്തി അറിയിച്ച രാഹുൽ ഗാന്ധി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.